നമസ്കാരം. വയനാട് മേപ്പാടി കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരണസംഖ്യ 5ആയി ഉയർന്നിരിക്കുന്നു. കേരളത്തെയാകെ കണ്ണീരിലാഴ്ത്തിയ ഈ ദാരുണമായ അപകടത്തിൽപ്പെട്ട ഒരു തൊഴിലാളിയുടെ മൃതദേഹം നിർമ്മാണ സ്ഥലത്തെ വലിയ കേബിളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ലഭ്യമാകുന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ആകെ 18 പേരാണ് ഈ വൻ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മണ്ണിനടിയിൽ നിന്നും അതിസാഹസികമായി 9 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ ഹിരാകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താക്കൂർ, രജനീഷ്, തന്മയി ഘോഷ്, കുപ്പമാൽ എന്ന ജയ, കുഞ്ചു എന്നീ തൊഴിലാളികളാണ് ഇപ്പോൾ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിൽ കഴിയുന്നത്. ഇവർക്ക് പുറമെ ദുരന്തഭൂമിയിൽ ജീവൻ മരണ പോരാട്ടം നടത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ പരിക്കേറ്റ മേപ്പാടി സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാറും ഇതേ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. നിലവിലെ പ്രാദേശിക നിഗമനങ്ങൾ അനുസരിച്ച് 5 മുതൽ 7 വരെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. ഇവർ വലിയ മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന ശക്തമായ നിഗമനത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യജീവനുകളെ എത്രയും വേഗം കണ്ടെത്താനായി സംസ്ഥാന പോലീസിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച സ്നിഫർ നായകളെയും സംഭവസ്ഥലത്ത് അടിയന്തരമായി എത്തിച്ചിട്ടുണ്ട്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ഈ ദാരുണമായ മണ്ണിടിച്ചിൽ ദുരന്തം അത്യന്തം ഞെട്ടലുളവാക്കുന്നതും അങ്ങേയറ്റം സങ്കടകരവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദുരന്തത്തിൽ ദാരുണമായി ജീവൻ നഷ്ടമായ നിർധനരായ തൊഴിലാളികളുടെ വിയോഗത്തിൽ അദ്ദേഹം ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തി. വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും ഔദ്യോഗിക നേതൃത്വത്തിൽ കള്ളാടിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പം കൈകോർത്തു നിന്ന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും നൽകാൻ CPM പ്രവർത്തകർ പൂർണ്ണസജ്ജരായി രംഗത്തിറങ്ങണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ദുരന്തബാധിത പ്രദേശത്തെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബഹുജനങ്ങളെ ആകെ ഒത്തൊരുമയോടെ സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. നിലവിൽ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ മനുഷ്യരെയും എത്രയും വേഗം പുറത്തെത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഇവരെയെല്ലാം സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ അതിവേഗത്തിലുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അതോടൊപ്പം ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് അടിയന്തരമായി ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാനും മരണപ്പെട്ടവരുടെ ആശ്രയമറ്റ കുടുംബങ്ങൾക്കും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും അടിയന്തര ധനസഹായം ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. മേപ്പാടിയിലുണ്ടായ ദാരുണ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും എല്ലാവിധ ഔദ്യോഗിക രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തത്തിൽ പരിക്കേറ്റ മുഴുവൻ ആളുകൾക്കും യാതൊരുവിധ തടസ്സവുമില്ലാതെ സർക്കാർ ചെലവിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേവലം പ്രകൃതിക്ഷോഭമായി കണ്ടതിനെ തള്ളിക്കളയാനാകില്ലെന്നും ഇത്തരമൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും സ്വീകരിക്കേണ്ട അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയോ കുറ്റകരമായ അനാസ്ഥയോ ഉണ്ടായിട്ടുണ്ടോ എന്ന് സർക്കാർ തലത്തിൽ ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രകൃതിക്ഷോഭത്തിനൊപ്പം അധികൃതരുടെ അനാസ്ഥയും ദുരന്തത്തിന് കാരണമായെന്ന വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.